എല്ലാവരും വിജയിച്ച പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ഞാൻ വിജയിച്ചതിൻ്റെ കാരണം, ഞാൻ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയതിൻ്റെ കാരണം, ഞാൻ ഇങ്ങനെ ആകാനുള്ള കാരണം, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. ആരും ഇതുവരെ ഞാൻ തോറ്റ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ തോറ്റുപോയ കാര്യങ്ങൾ, ഞാൻ പരാജയപ്പെട്ട കാര്യങ്ങൾ, എനിക്കെവിടെയൊക്കെയോ നഷ്ടബോധങ്ങളുണ്ടായ കാര്യങ്ങൾ പബ്ലിക്കിൽ ആരും പറയാൻ പറയാൻ അത് വരുത്തില്ല, അവർ പറയത്തില്ല. കാരണം അവരുടെ വേദികൾ പോകും, അവരുടെ ഇമേജ് പോകും, അവരുടെ സ്വഭാവം വെളിപ്പെടും. എല്ലാവരും വിജയിച്ച കഥകളാണ് ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് രാത്രി നീ തോറ്റ മേഖലകളെപ്പോലും വ്യക്തിപരമായി അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവനെ ഇന്ന് രാത്രി ശരണപ്പെടുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ദൈവത്തെ ശരണം ആക്കുക. 1-2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഞാൻ ആ ദൂതിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഒന്ന് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വെളിപ്പെടുന്ന ദൈവികമായ റേമയെ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറയുന്നതെല്ലാം എൻ്റെ മാനുഷികമായ കാര്യങ്ങളാണ്. ഏകദേശം മിനിറ്റുകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളും ഞാനുമായി ഒരുമിച്ചൊന്ന് കണക്റ്റഡായി അവിടെ വെളിപ്പെടുന്ന ദൈവശബ്ദങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഇരിക്കുക. കർത്താവിനെ ശരണം പ്രാപിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവിനെ ശരണം പ്രാപിക്കുക. കർത്താവിനെ ശരണം പ്രാപിക്കുക. ഈ ചിന്തകളിലേക്ക് ഒന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോകുകയാണ്. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എന്തോ പൈശാചിക മണ്ഡലങ്ങൾ നമുക്കെതിരെ വിരോധമായി പദ്ധതികൾ ആലോചിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് സ്വയാശ്രയത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. സ്വയം പ്രയത്നങ്ങളിൽ എന്തൊക്കെയോ കാണിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. നമുക്ക് കർത്താവിൻ്റെ ആശ്രയം ഇന്ന് രാത്രി വേണം. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ലിറ്ററലി ചില വീടിനകത്ത് കർത്താവ് ഇറങ്ങി വരുന്നത് പോലെ നിങ്ങൾക്കറിയാൻ പറ്റും. കർത്താവിൻ്റെ ആശ്രയം നിങ്ങളുടെ ഈ മിനിസ്ട്രി അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ പ്രയത്നങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് 1 വർഷം ഓടിക്കാൻ പറ്റും. നിങ്ങൾക്ക് 1 വർഷം ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വർഷം ഓടിക്കാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം നിങ്ങളുടെ മിനിസ്ട്രിയെയും നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പട്ടണങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുക. മാനുഷികമായ പ്രയത്നങ്ങൾ അവസാനിക്കുക. കർത്താവിൻ്റെ കയ്യെ ഇന്ന് രാത്രി മുറുക്കെ പിടിക്കുക. ഇന്ന് രാത്രി എന്നെ കാണുന്ന 200-ലധികം ഡിവൈസുകളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയാം, കർത്താവിനെ ആശ്രയിക്കുക. കർത്താവിൻ്റെ മുഖത്ത് നോക്കുക. കർത്താവിൻ്റെ കരത്തിൽ പിടിക്കുക. അവനെ തന്നെ ആശ്രയിക്കുക. ആ കരം ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ആമേൻ പറഞ്ഞോ, ശബ്ദം ഉയർത്തിയോ, വായികൾ തുറന്നോ, കരമടിച്ചോ. പ്രഭാനം ജാരദനം. ആ കൈ ഇറങ്ങി വരികയാണ്. ആ കൈ ഇറങ്ങി വരികയാണ്. ആ കരമിറങ്ങി വരികയാണ്. മാനസികമായ ആശ്രയങ്ങൾ മാറി മറ്റൊരു മുഖത്തിലേക്ക് നോക്ക്. നിന്റെ ദൈവാത്മാവ് എടുത്ത് എഴുന്നേൽപ്പിക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. എത്ര പേരുടെ കൂടെ ഒരു ആമേൻ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ, ഞാൻ ഈ ദൂതിലേക്ക് പോകുമ്പോൾ, വഴി വെച്ച് തകർന്നു പോകാതിരിപ്പാൻ നിങ്ങൾ പുത്രനെ ചുംബിപ്പീൻ. പുത്രനെ ചുംബിപ്പീൻ. ഇത് ഒരു സങ്കീർത്തനകത്ത് നിങ്ങൾ 100 വട്ടം വായിച്ച ഒരു വാക്യമാണ്. പക്ഷേ ഈ ദൂത് ഇങ്ങനെ മനസ്സിലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കൊണ്ട് ഞാൻ നിന്നെ ഒരു വീഡിയോ കാണിച്ചല്ലോ. ആ വീഡിയോ ഇങ്ങനെ ആയിരുന്നു. നിങ്ങളും പലരും ആ വീഡിയോ കണ്ടു കാണും. ആ വീഡിയോയ്ക്കകത്ത് ഒരു മോനിങ്ങനെ, അതിനെന്തോ മോനെ ഗെയിമിന് പറയുന്നത്, ഓക്കെ, ആ ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ആ മോൻ്റെ പേര് ശിവ എന്നാണ്. നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടു കാണും. അവൻ ആ ഗെയിമിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവനവിടെ തെറ്റി ആ ഗ്രൗണ്ടിൽ വീഴുകയാണ്. അടുത്ത് അവൻ്റെ സഹോദരൻ അവിടെ നിന്നിട്ട് പറയുന്നു, ശിവ എഴുന്നേറ്റ് ഓടടാ, ശിവ ഓട് വാ ശിവ എന്ന് പറയാ. എന്നെ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ചിന്തിപ്പിച്ചു. ഏകദേശം ഒത്തിരി പുറകിലേക്ക് ആ
മോൻ പോകി അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് അവൻ തകർന്നു മാറുകയാണ്. ആമേൻ. പക്ഷെ ആ ഗെയിം അവസാനിക്കുമ്പോൾ എൻ്റെ മോനെ വിഷ്ണുവെ, ആ ഗെയിം അവസാനിക്കുമ്പോൾ അതിനകത്ത് ആ ഗാലറിയിൽ മൊത്തം കേൾക്കുന്ന പേര് ആമേൻ, ശിവ എഴുന്നേക്ക്. ആ മോൻ അവൻ്റെ കൂടെയുള്ള സഹോദരനാന്ന് തോന്നുന്നു, വിളിച്ചു പറയുക, എഴുന്നേക്ക്, ഓട്, വേഗത്തിൽ കയറ്. എനിക്ക് അതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലായി. ഓട്ടത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തോറ്റുപോയാലും പിഴച്ചാലും വിഷയമില്ല, നിന്റെ അവസാനമാണ് പ്രശ്നം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഓരോ മീറ്റിങ്ങിനകത്തും ഓരോ മണ്ടയിലും ആമേൻ, ഓരോ സഭായോഗങ്ങളിലും പാസ്റ്റർമാർ മൈക്കെടുത്ത് ആ മോൻ വിളിച്ചു പറഞ്ഞതുപോലെ, ശിവ എഴുന്നേറ്റോട്, മോനെ എഴുന്നേറ്റോട്, ആമേൻ ആമേൻ ആമേൻ, ജോയലെ എഴുന്നേറ്റോട്, സച്ചുവെ എഴുന്നേറ്റോട്. നിനക്ക് നിന്റെ ആദ്യത്തെ പകുതിയിൽ നീ തോറ്റുപോയാലും ആമേൻ, നീ എഴുന്നേറ്റോടാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കരത്തിനകത്ത് പിടിക്കുന്ന ഒരു കൈയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ പേര് പറഞ്ഞിട്ട് ആമേൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, എഴുന്നേറ്റോട്. ഇന്നത്തെ നിന്റെ തോൽവികൾ സാരമില്ല. എനിക്കറിഞ്ഞൂടാ, ഭയങ്കര അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചില ആമേൻ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിനകത്ത് തോറ്റുപോയ 100 കണക്കിന് ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. കമോൺ, എഴുന്നേറ്റോടുക. ആ ഗെയിമിനകത്ത് ആ പേര് പറഞ്ഞ് അവനെ ചാർജ് ആക്കിയതുപോലെ, ആ പേര് പറഞ്ഞ് അവൻ തോറ്റുപോയ ഫസ്റ്റ് ലാപ്പിൽ തോറ്റുപോയ ആ മോഹനെ അവന്റെ സഹോദരൻ എൻകറേജ് ചെയ്ത് അമാർത്ത ഓടിച്ചു കയറ്റിയതുപോലെ ഈ സീസണിൽ നിന്നെ ഓടിക്കാൻ ചിലപ്പോൾ ഒരു പാസ്റ്റർ കാണത്തില്ല, നിന്നെ സഹായിക്കാൻ ഒരു പ്രവാചകൻ കാണത്തില്ല, നിന്നെ അവൻ കൈക്ക് പിടിക്കാൻ നിനക്ക് സാമ്പത്തികം തരാൻ ഒരു വ്യക്തി കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, ആർത്തന ഓട്ടം തികച്ച് ഒരുവൻ അവൻ ഈ ഗാലറിയിൽ ഇരിപ്പുണ്ട്. അവൻ നിന്നെ വിളിക്കുക, എഴുന്നേറ്റോട് മോനെ, അടുത്തൊരു ഉണർവിന് എനിക്ക് നിന്നെ വേണം. എന്തോ നിയോഗങ്ങൾ വീഴുക. ഈ വിഷ്ണുവെ, ഈ ശിവായെ പോലെ തോറ്റുപോയ ഒത്തിരി പെന്തക്കോസുകാർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. ശിവായെ പോലെ ആമേൻ, ഫസ്റ്റ് ഓട്ട മത്സരത്തിൽ തെറ്റി വീണ ചിലരിനകത്തിരിപ്പുണ്ട്. നീ ഭാരപ്പെടണ്ടെന്ന്, നീ തളരണ്ടെന്ന്. ഇന്ന് രാത്രി അടുത്ത മണിക്കൂറുകളിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് പ്രഭാനം നിന്റെ മുമ്പിൽ ഒത്തിരി പേര് ഓടുന്നുണ്ടായിരിക്കാം, നീ ഒത്തിരി പുറകിലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവിന്റെ കൈ ഇറങ്ങി വരിക. ഏതൊക്കെയോ യൗവനക്കാരെടുത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുന്നേറ്റോട്. ഞാൻ ആരുടെ പേരാ ഇന്ന് രാത്രി പറയണ്ടേ? എഴുന്നേറ്റോട് സിൽവാന, എഴുന്നേറ്റോട്. ഒരു കൈ ഇറങ്ങി വരിക. സ്റ്റാർട്ടിംഗ് അല്ല ഇന്ന് രാത്രി പ്രശ്നം. ഈ ദിവസങ്ങളിൽ നീ പരാജയപ്പെട്ടു പോയത് ദൈവത്തിന്റെ പ്രശ്നമല്ല. കമോൺ, നീ എഴുന്നേറ്റോടാമെങ്കിൽ ഇതുവരെ ആരുടെ മേലും പകരാത്തൊരു വിജയം നിന്റെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പകരുക. ഒന്ന് കരമടിച്ച് കർത്താവിന് ആരാധന കൊടുത്ത്, വായികൾ തുറന്ന് കർത്താവിന് ആരാധന കൊടുത്ത്. ചിലർ വിജയിക്കാൻ പോകുക, ചിലർ വിജയത്തിലേക്ക് പോകുക, ചിലർ നിയോഗങ്ങളിലേക്ക് പോകുക. ഓടിക്കേറുക, എഴുന്നേൽക്കുക. ദൈവ സാന്നിധ്യത്തിൽ ചലിക്കട്ടെ. ആ വീഡിയോയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് രാത്രി ആരുടെയൊക്കെയോ പേര് പറഞ്ഞ്, നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് എന്നെ വല്ലാതെ ചാർജാക്കി. ശമന പ്രഭാനം സേഥേരിയ, ലോകത്തിന്റെ കണ്ണിൽ നിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് പരാജയപ്പെട്ടെങ്കിലും സാരമില്ല, ഇന്ന് രാത്രി നിനക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഈ മീറ്റിംഗിലൂടെ പരിശുദ്ധാത്മാവ് നിന്റെ തോളെ തട്ടിക്കൊണ്ട് ദൂത് പറയുക. വിശ്വസിക്കാമെങ്കിൽ എന്റെ കൂടെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. കര ഉയർത്തി ഒന്ന് പിടിച്ചാമേൻ പറഞ്ഞാട്ട്. ഈ ആ വീടിക്കകത്ത് ഇങ്ങനെ കണ്ട ശിവാന്ന് പേര് വിളിക്കുക. ശിവ എഴുന്നേറ്റോടണോ. സത്യമായിട്ട് നമ്മളെയൊന്നും ആരും അങ്ങനെ പറഞ്ഞ് ഓടിക്കത്തില്ല. കാരണം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെ
ആമേൻ. നിങ്ങൾ വളരുന്നത് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങൾ ഉയരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ ഒരുവൻ ഓട്ടം തികച്ച ഒരുത്തൻ ഗാലറി എന്ന് പറയാം, മോനെ ഓടിക്കോ ഓടിക്കോ, നീ 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 നിൽക്കാമെങ്കിൽ. സ്റ്റാർട്ടിങ് അല്ല പ്രശ്നം, അവസാന പ്രശ്നം. നിങ്ങൾ പറയാമെങ്കിൽ തുടക്കമല്ല അവസാനമാണ്. എങ്ങനെ നീ ഫിനിഷ് ചെയ്യുന്നത്? ആമേൻ. ഞാൻ ഇത് എൻ്റെ മനസ്സിലേക്ക് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ മാർത്ത ഷെറ്റേരി ഞാൻ കണ്ടത് ഈ ഓട്ടക്കളത്തിലൊക്കെ ഓടുന്ന ആളുകൾ, ആമേൻ, ആദ്യമൊക്കെ ഇച്ചിരി പുറകിലാണെങ്കിൽ ചിലർ അവസാനം കയറി അവസാനത്തെ 10 മിനിറ്റോ 20 മിനിറ്റൊക്കെ കൊണ്ട് ആമേൻ പ്രതീക്ഷിക്കാൻ പറ്റാത്ത നിലയിൽ ഓടിക്കേറും. ഇതാ ഇന്ന് രാത്രി സംഭവിക്കുന്നത്. ആദ്യത്തെ പകുതിയിൽ നീ തോറ്റുപോയി കാണും. ഗ്രൗണ്ടിനകത്ത് ഗാലറികളിൽ ആമേൻ കാണുന്ന കാണികൾക്ക് നിന്റെ കണ്ണിനെ ഇപ്പോൾ അവർ നോക്കുന്നില്ലായിരിക്കാം, നിന്റെ ഓട്ടം നോക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു സീസൺ വരുന്നുണ്ട്, ഒരു സീസൺ വരുന്നുണ്ട്. നിന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്ന, നിന്നെ മാത്രം കാണുന്ന, നിന്നെ മാത്രം ശ്രദ്ധിക്കുന്ന എൻ്റെ അടുത്ത് കർത്താവ് ഇങ്ങനെ അങ്ങ് പ്രവചിക്കുക. തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആത്മാവ് പറയുന്നത് അടുത്തൊരു കാലഘട്ടത്തിന്റെ ഉണർവിന്റെ മുമ്പിൽ നിന്നെ മാത്രം ശ്രദ്ധിക്കുന്ന അനുഭവങ്ങൾ, നിന്റെ ചർച്ചിനെ മാത്രം ശ്രദ്ധിക്കുന്ന അനുഭവങ്ങൾ, നിന്റെ മിനിസ്ട്രിയെ മാത്രം ശ്രദ്ധിക്കുന്ന അനുഭവങ്ങൾ. ഇപ്പോൾ നീ തോറ്റവനായിരിക്കാം, ഇപ്പോൾ നീ ഒത്തിരി പുറകിലായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി ഒരു കരം ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കാമെങ്കിൽ എന്റെ കൂടാമേ പറഞ്ഞതിനെ സ്വീകരിക്കുക. ഭയങ്കര വിജയങ്ങൾ കർത്താവ് തരികയാണ്. ചിലർക്ക് കർത്താവ് ഭയങ്കര വിജയങ്ങൾ തരികയാണ്. പുറകെ നിൽക്കുന്നവരെ ചിലരെ കർത്താവ് മുമ്പിലേക്ക് വിളിക്കുകയാണ്. അവൻ കൃപൈ, അവൻ ഇറക്കം, ഓ അവൻ കൃപൈ, അവൻ ഇറക്കം. എല്ലാ കരങ്ങളും ഉയർത്തി പറഞ്ഞ അവൻ കൃപൈ, ഒരു വർഷം അവൻ കൃപൈ, അവൻ കൃപൈ, അവൻ ഇറക്കം മാറാതെ എന്റെ വാഴ്വിലേ. നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗത കുറവ് കാണും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷയില്ലായിരിക്കാം നിങ്ങൾ ഓട്ടം തികയ്ക്കുമെന്ന്. നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവിൻ്റെ നിയോഗത്തിൽ, കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദത്തിൻ്റെ അധികാരത്തിൽ നിങ്ങൾ ചിലർ പൂർത്തീകരിക്കും. ആ ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്ന് ഞാൻ മായിച്ചു കളയുകയാണ്. നിങ്ങൾ പൂർത്തീകരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞാട്ടെ. അമ്മേ വിഷ്ണുവെ, സ്റ്റാർട്ടിങ് അല്ലടാ മോനെ പ്രശ്നം, നീ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നെന്നാണ് പ്രശ്നം. ഒത്തിരി നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഒത്തിരി പേർ നന്നായി സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, നന്നായി തുടക്കമിടുന്നവരാണ്, നന്നായി ചെയ്യുന്നവരാണ്. ഈ നാടൻ ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പയ്യെ തിന്ന പനയും തിന്ന. അത് എത്രത്തോളം അത് ഓക്കെ ആമേൻ. ഈ സ്റ്റാർട്ടിങ്ങിനകത്ത് സക്സസ് ആകുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മധ്യഭാഗങ്ങൾ, ആമേൻ, അവസാനങ്ങൾ, എത്ര പേര് ശക്തരായിട്ട് ഓടുന്നവരുണ്ട്. പക്ഷേ ബൈബിളിനകത്ത് ഓട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് ആമേൻ ഒത്തിരി പേര് അവരുടെ വേഗത കുറവുള്ള ആളുകളുണ്ട്. പക്ഷേ ചിലർ അവരാ വിശ്വാസം കാത്തു, അവർ പൂർത്തീകരിച്ചു. പൗലോസ് പൂർത്തീകരിച്ച ഒരാളാണ്. രമേശ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഇത്തിരി പ്രശ്നമുള്ള ആളായിരുന്നു. പക്ഷെ മധ്യഭാഗത്തിൽ എവിടെയോ ദൈവ ശക്തി പകർന്നു, മധ്യഭാഗത്തിൽ എവിടെയോ കർത്താവ് ബലം പകർന്നു. എന്നാലും നമ്മുടെ ചുറ്റുപാടും, ഈ പാട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ചുറ്റുപാടും ഒത്തിരി പേര് തകർന്നു പോയിട്ടുണ്ട്, ശക്തരായവർ. ഈ എൻ്റെ മനസ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ നമ്മളൊന്നും സത്യം പറഞ്ഞാൽ നമ്മളെക്കാൾ പ്രാർത്ഥിക്കുന്നവരാണ് ചിലപ്പോൾ ഡൗൺ ആയിപ്പോയത്. നമ്മളെക്കാൾ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഡൗൺ ആയിപ്പോയത്. നമ്മളെക്കാൾ നല്ല ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഡൗൺ ആയിപ്പോയത്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ കർത്താവ് നിർത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബലഹീനതകളിൽ
വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ലഷറ്ററ നമ്മളൊക്കെ ഒത്തിരി കഴിവുള്ളവരോ ഒത്തിരി യോഗ്യരായിട്ടല്ല, എവിടെയോ നമ്മുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ബലമുണ്ട്, ആ ശക്തിയുണ്ട്. ആ ശക്തിക്ക് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് അതിനെ നമ്മൾ ശരണമാക്കുക. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, അതിനെ ശരണമാക്കുക, കർത്താവിനെ ശരണമാക്കുക. ഈ ശരണം പോകും, അതാ വിഷയം. ഈ തുടക്കത്തിൽ ശരണം വേണം. ഈ പ്രധാനപ്പെട്ട ചർച്ചുകൾ, മൂവുകൾ എല്ലാം നോക്കിയാൽ മതി. ഇവർ ഈ തുടക്ക സമയം പരിശുദ്ധാത്മാവിന് ഭയങ്കരമായി വിധേയപ്പെട്ടുകൊണ്ട് ഇവർ ചർച്ച തുടങ്ങും, മിനിസ്ട്രി തുടങ്ങും. ഇവർക്ക് പരിശുദ്ധാത്മാവും ദൈവിക ചലനങ്ങളും കൃപാവരങ്ങളും ഇവരൊത്തിരി ഫോക്കസ്. ഈ ചർച്ച് വളരുമ്പോൾ, അവരുടെ മിനിസ്ട്രി വളരുമ്പോൾ ഈ ശരണം കുറയും. എന്നിട്ട് ഇവർ വേറെന്തിനൊക്കെയോ ശരണം പ്രാപിക്കും. അവിടെയാണ് വഴിയാത്രകളിൽ നമ്മൾ തകർന്നു പോകുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അമാർത്ത, നിങ്ങൾ തുടക്കത്തിനകത്ത് കാണിക്കാത്തതുപോലെ, തുടക്കത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുപോലെ, തുടക്കത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ മറ്റൊരളവിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് ഇതുവരെ ചെയ്യാത്ത വലിയ കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഈ ദിവസങ്ങളിൽ ഇതുവരെ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ആശ്രയിക്കാത്തതുപോലെ, ഇതുവരെ നിങ്ങൾ കർത്താവിനെ ഇതുവരെ ഡിപ്പെൻഡ് ചെയ്യാത്തതുപോലെ, ഇതുവരെ കർത്താവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ചേർന്ന് നിൽക്കാത്തതുപോലെ, ഈ ദിവസങ്ങളിൽ ചേർന്ന് നിന്നാൽ ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ട് വരും. കര ഒന്ന് ഉയർത്തിപ്പിടിച്ചാമേൻ പറഞ്ഞാട്ടെ. അവൻ കൃപയെ അവൻ ഇറക്കാം മാറാതെ എന്റെ വാഴ്വിലേ, അവൻ കൃപൈ അവൻ ഇറക്കാം മാറാതെ എന്റെ വാഴ്വിലേ. നിങ്ങൾ എന്റെ കൂടെ വരണേ. ശാന്തമായി 1-2 മിനിറ്റ് അതൊന്ന് പറഞ്ഞ് ഞാൻ ആ ദൂതുകളെ ഒന്ന് ആത്മാവിൽ റിലീസ് ചെയ്യാം. ആമേൻ. ഈ തുടക്കത്തിൽ നമുക്ക് കർത്താവിനെ വേണം. മധ്യഭാഗത്ത് ചിലർക്ക് കർത്താവിനെ വേണ്ട. പക്ഷെ ചിലർ നേരെ തിരിച്ചാണ്. തുടക്കത്തിൽ അവർക്ക് കർത്താവിനെ വേണ്ടെങ്കിലും മധ്യഭാഗത്തിൽ ഭയങ്കര ബന്ധം ഉണ്ടാകും. ആമേൻ. ഈ അങ്ങനെയുള്ളവർ പിന്നീട് അത് ഒരു ഇച്ചിരി കൂടെ പകുതി കഴിയുമ്പോൾ ആ ബന്ധം ഭയങ്കര സ്ട്രോങ് ആകും. ഈ എൻ്റെ അനുഭവം പറയാം. തുടക്കത്തിൽ വളരെ എന്താ പറയുന്നത്, ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ എവിടേക്കോ കർത്താവ് നടത്തുന്ന വഴികൾ കാണുമ്പോൾ ആ ശരണം കുറയല്ല, ശരണം കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചിലർക്ക് തുടക്കത്തിൽ കർത്താവിൻ്റെ ആശ്രയം വേണം. പക്ഷെ ചിലർക്ക് ഈ മധ്യഭാഗത്തിൽ കർത്താവുമായിട്ടുള്ള ആശ്രയം കൂടും. അങ്ങനെ ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ ആരുടെ മേലും പെയ്യാത്ത നിന്നെ സ്നാനപ്പെടുമ്പോൾ നിനക്ക് കിട്ടാത്ത ദൈവാശ്രയം, നിനക്ക് അഭിഷേകം പ്രാപിക്കുമ്പോൾ നിനക്ക് കിട്ടാത്ത ദൈവാശ്രയം, നീ ഉപവസിക്കുമ്പോൾ കിട്ടാത്ത ദൈവാശ്രയം, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് കിട്ടാത്ത ദൈവബന്ധം ഇന്ന് രാത്രി നിനക്ക് ഞാൻ പറയുന്ന ഈ മണിക്കൂറുകൾ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ എന്തോ ഒരു സ്പെഷ്യൽ ടച്ച് കിട്ടിയവർ, പെന്തക്കോസിന്റെ പശ്ചാത്തലം ഒത്തിരി നാളുകൾക്ക് മുമ്പുണ്ടായിട്ടും ഇതുവരെ നിങ്ങളുടെ ലൈഫിനകത്ത് കിട്ടാത്ത ദൈവിക അനുഭവങ്ങൾ ഇന്ന് രാത്രി നിനക്ക് കിട്ടുന്നെങ്കിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു മറ്റൊരളവിലേക്ക്, മറ്റൊരു തലത്തിലേക്ക്. ചിലപ്പോൾ നിന്റെ അപ്പൻ അതിനകത്ത് അങ്ങനെ അനുഭവിച്ച് കാണത്തില്ല, നിന്റെ അമ്മ അങ്ങനെ ഒരു സ്പിരിച്വൽ റെലം അനുഭവിച്ച് കാണത്തില്ല, നിന്റെ ഭാര്യ അങ്ങനെ ഒരു സ്പിരിച്വൽ റെലം അനുഭവിച്ച് കാണത്തില്ല, ചിലപ്പോൾ നിന്റെ ജില്ലയിൽ ആരും അങ്ങനെ അനുഭവിച്ച് കാണത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവം വിളിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ആ വീഡിയോയ്ക്കകത്ത് ആ പേര് വിളിച്ചതുപോലെ ചിലരുടെ പേര് വിളിച്ചു പറയാ, ഓടിക്കേറുമോനെ, നിന്റെ മേലൊരു നിയോഗം. ഞാൻ ഒരു ദൂത് കഴിഞ്ഞ ആഴ്ച ആവർത്തിച്ച ഒരു ദൂതും കൂടെ ഇതിനോട് ചേർത്ത് വെക്കാം. പൗലോസ് പറഞ്ഞൊരു ദൂതുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുമ്പിലത്തെ നടപ്പറിയാലോ, പണ്ട് ഞാൻ എങ്ങനെയാണെന്നറിയാലോ, പണ്ട് ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്നറിയാലോ, പണ്ട് എൻ്റെ സ്വഭാവം അറിയാലോ, ഇപ്പോഴത്തെ എൻ്റെ നടപ്പ് നിങ്ങൾക്കറിയാലോ. ഞാൻ മാറിയത് എൻ്റെ മുമ്പിലത്തെ നടപ്പും ഇപ്പോഴത്തെ നടപ്പും എന്ന് പറയുന്ന ഇങ്ങനൊരു ചേഞ്ച്, ഇരുട്ടും
വെളിച്ചവും എന്ന് പറയുന്നത് പോലെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ ചേഞ്ച് ഈ മൺഡേ മീറ്റിംഗിനകത്ത് ഇന്ന് രാത്രി പങ്കെടുക്കുന്ന ചിലരുടെ മേൽ കർത്താവ് വെക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ എന്റെ കൂടാമേ പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. മുമ്പിലത്തെ ഞാൻ, ഹാറാബ വിഷ്ണു എന്ന് പറഞ്ഞ് മുമ്പിലത്തെ ഞാൻ, 2018 ഞാൻ, 2017 ഞാൻ. പക്ഷെ എന്തോ ഒരു ചേഞ്ച് എന്നിൽ സംഭവിക്കുന്നു. 2022 ജൂൺ കഴിയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഇതുവരെ ഇല്ലാത്തൊരു സ്പിരിച്വൽ ചേഞ്ച് എന്റെ ജനത്തിന്റെ മേൽ കർത്താവ് വെക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് അടിച്ച് അന്യഭാഷകളിൽ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കാതെ വായികൾ തുറന്ന് അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചില സഹോദരന്മാരെടുത്ത് പറയുന്നു, വലിയ ചേഞ്ച്, വലിയ പ്രാർത്ഥനയുടെ സ്വഭാവം, വലിയ വിശുദ്ധ ജീവിതത്തിന്റെ സ്വഭാവം, വലിയ ആത്മീകമായ സമൃദ്ധി കർത്താവ് നിനക്ക് തരികയാണ്. ചേഞ്ച്, ആ വാക്കിനെ ഞാൻ റിലീസ് ചെയ്യാണ്. ചേഞ്ച്. കര ഉയർത്തി ഒന്ന് പിടിച്ചു പറഞ്ഞേ, ചേഞ്ച് സംഭവിക്കാൻ പോകുക. ചില തുടക്കത്തിൽ നിനക്ക് കിട്ടാത്ത അനുഭവങ്ങൾ ഈ മധ്യഭാഗത്തിൽ കർത്താവ് തരാൻ പോകുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ നിനക്ക് കിട്ടാത്ത, അമേൻ അമേൻ അമേൻ, ഇതൊരു പ്രവചന ശബ്ദമാണ്. സ്റ്റാർട്ടിങ്ങിൽ നിനക്ക് കിട്ടാത്തത്, ആർത്തന നിന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് സ്റ്റെപ്പ് വെച്ചപ്പോൾ കിട്ടാത്തത്, ഈ ദിവസങ്ങളിൽ നിന്റെ ഡ്രൈ ആയ മേഖലകൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ആളില്ലായിരിക്കാം, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലായിരിക്കും. ഈ ദിവസങ്ങളിൽ എന്തോ ആത്മീകമായ മുന്നേറ്റങ്ങൾ ചിലർക്ക് ഉണ്ടാകാൻ പോകുക. അർത്ഥം ഞാൻ പറയാം, അമാർത്ത സ്റ്റാർട്ടിങ്ങിൽ ചിലർക്ക് കിട്ടാത്തൊരു എനർജി ഈ ദിവസങ്ങളിൽ നിന്റെ ശുശ്രൂഷയുടെ മധ്യഭാഗത്ത് കർത്താവ് തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി ആമേൻ പറഞ്ഞിട്ട്, അവൻ കൃപൈ, ആ കൃപ പെയ്യട്ടെ, ആ കൃപ പെയ്യട്ടെ. അടുത്ത മിനിറ്റിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോകുക. കർത്താവിന്റെ കരം നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങിയ എന്റെ ശബ്ദം നെറ്റ്വർക്കുകൾ വഹിച്ചുകൊണ്ട് നിന്റെ വീടിനകത്ത് വരുമ്പോൾ അതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നു എന്നുള്ള തെളിവുകൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. പറഞ്ഞ തുടക്കക്കാർക്ക് കിട്ടാത്ത ദൈവിക അനുഭവം ഈ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് തരാൻ പോകുക. പറഞ്ഞേ, തുടക്കത്തിൽ കിട്ടാത്ത ആത്മീയ എനർജി, തുടക്കത്തിൽ കിട്ടാത്ത ആത്മീകമായ ദൈവ ശബ്ദങ്ങളുടെ ആ ചലനങ്ങൾ, തുടക്കക്കാർക്ക് കിട്ടാത്ത ദൈവികമായ ബന്ധം, ഒരു പ്രയർ, ഒരു അറ്റ്മോസ്ഫിയർ, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ കർത്താവ് ഇതിനകത്ത് നമ്മുടെ മേൽ പകരാൻ പോകുകയാണ്. ഓ അവൻ കൃപൈ, അവനിറക്കം മാറാതെ എന്തൻ അവനിറക്കം മാറാതെ എന്തൻ വാഴിലേ, അവനിറക്കം മാറാതെ എന്തൻ വാഴിലേ, കൃപை போதுமே, உங்கள் கிருபை வேண்டுமே, உங்க கிருபை இல்லாமல் நான் ஒன்றுமில்லையே, உங்க கிருபை വേണ്ടുമേ. കര ഉയർത്തി പിടിച്ചു കർത്താവിന്റെ ആ നിയോഗങ്ങളെ സ്വീകരിച്ചാട്ടെ. ചിലർക്ക് ആ വേഗത ഇന്ന് രാത്രി ഉണ്ടാകട്ടെ, ചിലർക്ക് ആ നിയോഗങ്ങൾ കൈമാറട്ടെ. യേശുവേ എൻ ബലനേ, ആ കൃപ ഇന്ന് രാത്രി പെയ്യട്ടെ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് അനുഭവിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ആ കരം ഉയർത്തിയ ഹല്ലേലൂയ പറഞ്ഞാട്ട്. തുടക്കക്കാർക്ക് കിട്ടാത്ത അനുഭവം
ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് തരും. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അമ്മേൻ വിഷ്ണുവിനെ കൈ പിടിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ കയ്യിലാണ് ഞാൻ പിടിച്ച് പറയുന്നത്. തുടക്കക്കാർക്ക് കിട്ടാത്ത, തുടക്കത്തിൽ നിനക്ക് കിട്ടാത്ത അത്ഭുതങ്ങളും തുടക്കത്തിൽ നിനക്ക് കിട്ടാത്ത ദൈവപ്രവൃത്തികളും കർത്താവ് നിനക്ക് തരികയാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിനകത്ത് ഒത്തിരി പേർ സക്സസ് ആകുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി പേർ സക്സസ് ആകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ മധ്യഭാഗങ്ങളിൽ നമ്മളെ തകർക്കുന്ന ഒരു മേഖലയുണ്ട്. മധ്യഭാഗങ്ങളിൽ നമ്മളെ ഉടച്ചു കളയുന്ന ചില വ്യാപാരങ്ങളുണ്ട്. ദർശനങ്ങളെ തെറ്റിച്ച് കളയും, തെറ്റായ ബന്ധങ്ങളിലേക്ക് കയറും. ഒരിക്കലും നമ്മൾ കണക്റ്റഡ് ആകാത്ത ആളുകളുമായി ചില മധ്യഭാഗങ്ങളിൽ നമ്മൾ കണക്റ്റഡ് ആകും. അത് മാനുഷികമായ നേട്ടങ്ങൾ വെച്ചായിരിക്കാം. അഭിഷേകമുള്ളവൻ, കൃപാവരങ്ങളിൽ ചലിക്കേണ്ടവൻ, വിളിയുള്ളവൻ, അവൻ എവിടെയൊക്കെയോ തെറ്റായ ബന്ധങ്ങൾ ഡൈവേർട്ട് ആകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ അസ്വസ്ഥമാക്കുന്നു ഒരിടത്തു പോലും നീ കയറി നിൽക്കരുത്. ആമേൻ പറയാമോ? അവിടെ നിനക്ക് കിട്ടുന്ന ലാഭവും, അവിടെ നിനക്ക് കിട്ടുന്ന വേദിയും, അവിടെ നിനക്ക് കിട്ടുന്ന ബന്ധങ്ങളും ഒരിടത്തും നീ കണക്റ്റഡ് ആകരുത്. നിന്നെ ഇവിടെ എന്തെങ്കിലും അസ്വസ്ഥതപ്പെടുത്തുന്നെങ്കിൽ അവിടുന്ന് മാറിക്കോണം. കർത്താവ് നിന്നെ വേറൊരു വിളിക്ക് വേണ്ടിയാ ഈ ദിവസങ്ങളിൽ നിർത്തിയിരിക്കുന്നത്. ആമേൻ. ഇത് മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആർത്തന നിന്നെ പൂർത്തീകരിക്കാനാണ് വിളിക്കുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളെ പൂർത്തീകരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വളരെ നിയോഗത്തോടെ, ഈ സെമിനാരിയിലൊക്കെ പഠിക്കുന്നവർക്കറിയാം, വളരെ ആഗ്രഹത്തോടായിരിക്കും ഈ സെമിനാരിലോട്ട് വരുന്നത്. പക്ഷെ 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷമൊക്കെ കഴിയുമ്പോൾ ഈ എവിടെയോ ആശ്രയം മാറിപ്പോവും. ഈ 3-ാം വർഷം കഴിഞ്ഞിട്ട് ഒരു ശുശ്രൂഷയൊക്കെ ഓപ്പൺ ആകാതിരിക്കുമ്പോൾ അവരാ വിളിച്ച ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ശുശ്രൂഷ വെളിപ്പെട്ടാലും ഇല്ലെങ്കിലും അവനെ ശരണം പ്രാപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വഴി തുറന്നാലും ഇല്ലെങ്കിലും അവനെ ആശ്രയം വെക്കുന്ന, ഞാൻ പറയും, നീ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു നല്ല ശുശ്രൂഷ ദൈവാത്മാവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ദൈവം നിന്നെ വിളിക്കത്തോളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? കാരണം നിന്റെ വിളി എപ്പോഴാ പൊട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എവിടെ വെച്ചാ നീ തിരിഞ്ഞു പോകുന്നതെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മോനെ? നിനക്ക് എവിടെ വെച്ചാ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നീ കർത്താവിനെ തന്നെ ശരണം പ്രാപിക്കുക. എന്തോ ഒരു ചേഞ്ച് വരാൻ സമയമായി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ലക്ഷ്യത്തെരിയ പ്രവാന ജീവിതത്തിനകത്ത് അമേൻ ആത്മതലങ്ങളുമായി കണക്റ്റഡ് ആകാത്ത സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അമേൻ അഭിഷേകവുമായി, അഭിഷേകം എന്തെന്നറിഞ്ഞുകൂടാത്ത അമേൻ കാലഘട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രവചന ശുശ്രൂഷ, പ്രവചനങ്ങൾ, കൃപാവരങ്ങൾ എങ്ങനെ ആണെന്നറിഞ്ഞുകൂടാത്ത കാലഘട്ടങ്ങളുണ്ട്. പക്ഷേ എവിടെയോ ആ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആ ആശ്രയം എന്റെ വിളിയിലേക്ക് എന്നെ കൊണ്ടുവന്നു. എന്റെ അകത്ത് ആമേൻ ശക്തനായ അശക്തനായവന്റെ മേൽ ശക്തമായ അഭിഷേകത്തിന്റെ ചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ ലൈഫിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറയുക. ആർത്തന പ്രവാന, ഇതൊരു നിയോഗം, ഇതൊരു നിയോഗം. പിടിക്കാമെങ്കിൽ പിടിക്കുക. നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു ചേഞ്ച്. ഏതോ അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മ പറയുന്നത്, പ്രാർത്ഥനാ റൂമിൽ കരയുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറയുക. നിന്റെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത, നിന്റെ ലൈഫിൽ ഇതുവരെ സ്പർശിക്കാത്ത, ഇതുവരെ നീ കേറി പോകാത്ത ഒരു ചേഞ്ച് സംഭവിക്കുക. പുത്രനെ ചുംബിക്കുക. ആ റൂമിനകത്ത് നിന്ന് ആ പുത്രന്റെ കയ്യിലോട്ടത് പിടിക്കുക. വേലയുടെ ആധാരം വിളിച്ചവനെ, അക്കര ഉയർത്തി
ഒന്ന് വിളിച്ചേ. എൻ വേലയുടെ ആധാരമേ. ഓ വിളിച്ചവനെ, ആ വായുകൾ തുറന്നു വിളിച്ചേ. ഈ ഹോളിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓരോ റൂമിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ എത്രയോ എന്നെ ചുറ്റും നിന്നാൽ അങ്ങോ അവനെ തന്നെ ശരണം, അവനെ തന്നെ ശരണപ്പെടുക, അവനെ തന്നെ ആശ്രയിക്കുക. ദൈവത്തിന്റെ കോപങ്ങൾ നിന്നെ തൊടത്തില്ല. കാരണം നീ പുത്രനെ ചുംബിച്ചവനാണ്. പുത്രനെ ആശ്രയിക്കുക. ഇന്ത്യയുടെ ഉണർവിന് ആമേൻ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ, ലോകരാജ്യങ്ങളുടെ ഉണർവിന് ആമേൻ ശക്തമായി ഉപയോഗിക്കുന്നവർ. അമാർത്തനം ബൈബിളിന്റെ ചരിത്രത്തിനകത്ത് യേശുവിന്റെ ശിഷ്യന്മാർ ഈ കഥകൾ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവർ സ്റ്റാർട്ടിങ്ങിൽ തോറ്റവരാണ്. എന്തിനാ നിന്നെ സ്റ്റാർട്ടിങ്ങിൽ തോപ്പിക്കുന്നതെന്ന് അറിയാമോ? അമാർത്ത നീ മധ്യഭാഗങ്ങളിൽ തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരുവൻ തോറ്റു കഴിഞ്ഞാൽ അവൻ്റെ അകത്ത് ഈ ഭയം അടിച്ചിരിക്കും. അമാർത്ത അവന് കർത്താവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ നീ പുറകോട്ട് പോകുന്നു, പിന്മാറിപ്പോകുന്നു. സ്റ്റാർട്ടിങ്ങിൽ അമർത്തേരിയ പ്രഭാരം നിനക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല. ആമേൻ ഇതെല്ലാം കൂടെ ഒരുത്തൻ ആദ്യമേ ദൈവം കൊടുക്കത്തില്ല. കാരണം അവൻ അഹങ്കരിക്കും, അവൻ നിഗളിച്ചു പോകും. പക്ഷേ ആമേൻ കുറേശ്ശെ ബൈബിളിനകത്ത് പഴയ നിയമത്തിലെ ഒരു വാക്യമുണ്ട്, മോശേ നീ കേറി നിന്നാൽ കുറേശ്ശെ നിന്റെ ശത്രുക്കളെ നിന്റെ കരങ്ങൾക്ക് തരും, ഒറ്റയടിക്ക് തരത്തില്ല. കുറേശ്ശെ. എന്താ കാരണം? നീ എത്രത്തോളം ആശ്രയിക്കുന്നു, നീ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, നീ എത്രത്തോളം ദൈവത്തോട് സംസാരിക്കുന്നു, അത്രത്തോളം നിന്റെ മുമ്പിൽ വിജയങ്ങൾ കാണും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുകയാണ്, നീ എത്രത്തോളം നീ ഇന്ന് രാത്രി കർത്താവിനെ ആശ്രയിച്ചോ, എത്രത്തോളം നീ കർത്താവുമായി ചേർന്ന് നിന്നോ, അത്രത്തോളം ഒരു വിജയം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുക. ആത്മാവിന് ഒരു വെളിപ്പാട് കാണിക്കുക. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വലിയ മലകൾ, വലിയ കുന്നുകൾ ഇന്ന് രാത്രി വെട്ടേറ്റ് വീഴുന്നത് ദൈവാശ്രയത്തിലേക്ക് കയറിയാൽ ചിലത് വെട്ടേറ്റ് വീഴുന്നത് ഇന്ന് രാത്രി നീ കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ അത് ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ച് എന്തോ വെട്ടേറ്റ് വീഴുകയാണ്. നിന്റെ വിളിക്ക് തടസ്സമായി നിൽക്കുന്നത് വെട്ടേറ്റ് വീഴുകയാണ്. നിന്റെ യാത്രകൾക്ക് നീ ആശ്രയിക്കുക, കർത്താവിനെ ആശ്രയിപ്പാൻ സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ ആശ്രയം വെളിപ്പെടുകയാണ്. ആശ്രയം വെളിപ്പെടുകയാണ്. കര ഉയർത്തിപ്പിടിച്ചൊന്ന് പാടിയേ. സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ വർഷിപ്പ് ചെയ്ത് മരുഭൂമിയിൽ യാത്ര ചെയ്തു എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഇന്ത്യൻ ഉണർവിന്, കേരളത്തിന്റെ ഉണർവിന്, അടുത്ത ആത്മീക ശുശ്രൂഷകൾക്ക് ആദ്യം തോറ്റുപോയ
ആദ്യ സ്റ്റെപ്പ് വെച്ചപ്പോ സ്ലിപ്പായി പോയ, ആദ്യമായി ചർച്ച് മിനിസ്ട്രി തുടങ്ങി തോറ്റുപോയ, ഓ കർത്താവ് പ്രവചിക്കുന്നല്ലോ, ആർത്തനം പ്രവേറ്റേരിയ, ആദ്യമായൊരു പാട്ട് എഴുതി പൊളിഞ്ഞു പോയ, ആദ്യമായൊരു പ്രസംഗം പ്രസംഗിച്ച് തകർന്നു പോയ നീ ഇന്ന് രാത്രി കേറി വരാമെങ്കിൽ നിന്റെ പാട്ട് ലോകരാജ്യങ്ങൾ പാടും, നിന്റെ പ്രസംഗം രാജ്യങ്ങൾ കേൾക്കും. ഓ മാറാത്തന ശിഖേറ്റേരിയ, നിന്റെ ചർച്ച് തുടങ്ങി നീ പൊട്ടിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ആയിരങ്ങൾ നിന്റെ ചർച്ചിലേക്ക് വരും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. സ്റ്റാർട്ടിംഗ് അല്ല, മധ്യഭാഗത്തിൽ കയറി കർത്താവിനെ പിടിക്ക്. അടുത്തൊരു നിയോഗം നിന്റെ മേൽ വീഴുകയോ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞൊക്കെ ഒന്ന് സ്വീകരിച്ചു. ആദ്യം തോറ്റുപോയവരുണ്ടെങ്കിൽ ആ കൈ ഉയർത്തി ആമേൻ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് പരാജയപ്പെട്ട് ഇനി മേലെ ഞാൻ അത് ചെയ്യുന്നില്ല. അറിയത്തെ, നിങ്ങളൊരു ബിസിനസ്സിനകത്ത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് പരാജയപ്പെട്ടു പോയെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. അമേൻ, അത് ചെയ്യോ ചെയ്യാതിരിക്കുക, അത് നിങ്ങളുടെ കാര്യം, ഓക്കെ. പക്ഷേ നിങ്ങൾ മിനിസ്ട്രിയിൽ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയെങ്കിൽ കമോൺ, ഇന്ന് രാത്രി അടുത്തൊരു സ്റ്റെപ്പ് വെക്ക്. നിന്റെ പടക് നിറയുന്നത് നീ കാണാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഇതൊരു പ്രവചന ശബ്ദമാണ്. കാരണം നീ ദൈവവേല ചെയ്ത് കുത്തുവാള എടുക്കാനും പരാജയപ്പെടുന്നതും നിന്റെ മിനിസ്ട്രിയിൽ ഒരു പാസ്റ്റർ എന്ന് പറയാൻ നീ ഒരിക്കലും മടിക്കണ്ട. ദൈവം നിന്റെ തലയെ ഉയർത്താൻ പോകുകയാണ്. വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? അത് എത്ര പേർ അനുഭവിക്കുന്നു? കര ഉയർത്തി ഒന്ന് പിടിച്ച് ആ ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ച് എന്റെ അടുത്ത് കർത്താവ് പറയുന്നു, ഏതോ പൊട്ടി ചിലത് ചെയ്ത് തകർന്നു പോയവർ എന്നെ കേൾക്കുന്നു, ചിലത് സ്റ്റാർട്ട് ചെയ്തിട്ട് തകർന്നു പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി അമേൻ, ഈ നിയോഗത്തിൽ ഞാൻ പറയാം, അമേൻ, പുത്രനെ ചുംബിച്ചോ നീ വഴിയിൽ നശിച്ചു പോകത്തില്ല. ആമേൻ, കർത്താവിനെ ആശ്രയം വെച്ചോ നീ വഴിയിൽ തകർന്നു പോകത്തില്ല. പ്രഭാന ആർത്തന ന്യൂ ബിഗിനിങ്ങുകൾ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ആർത്തന ശതേരിയ ആരബ ശതേരിയ പുത്രനെ ചുംബിക്കാം, യേശുവേ യേശുവേ ആരാധിക്കാം, യേശുവേ ആരാധിക്കാം, യേശുവേ ദൈവാശ്രയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മധ്യഭാഗങ്ങളിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവശക്തി, ഇതുവരെ അനുഭവിക്കാത്ത ദൈവത്തിന്റെ കൃപ നിങ്ങൾ അനുഭവിക്കും. റേബേശേരിയ, ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ദൈവിക ഇടപെടലുകൾ അമേൻ കണ്ടത് അമേൻ മധ്യഭാഗങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ്. തുടക്കത്തിൽ അനുഭവിക്കത്തില്ലെന്നല്ല, അവസാനത്തിൽ അനുഭവിക്കുന്നില്ല, മധ്യഭാഗങ്ങളിൽ അമേൻ ഒരു ശുശ്രൂഷയുടെ ഏറ്റവും പീക്ക് ടൈമുകളിൽ, അമേൻ ശുശ്രൂഷയുടെ ഏറ്റവും ഉയർച്ചകളിൽ, ആത്മീകമായ ജീവിതത്തിനകത്ത് ഏറ്റവും പീക്ക് ടൈമുകളിൽ കർത്താവിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുക. അവിടെ കർത്താവ് നിങ്ങളുടെ അടുത്ത് യാഗമാകാൻ പറഞ്ഞാൽ നിങ്ങൾ യാഗമാകണം. അവിടെ നിങ്ങളുടെ അടുത്ത് കർത്താവ് പാനീയയാഗമാകാൻ പറഞ്ഞാൽ അമേൻ നിങ്ങളത് ചെയ്യണം. ചിലർ ആദ്യം പറയുന്നത് കേൾക്കും. ആദ്യം പറയുന്നു, കർത്താവ് പറയുന്നു എന്താ പറയുന്നത്, വീട് വെക്കുക, അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് ഇറങ്ങുക, ജോലി കള, ആദ്യം പറയുന്നത് കേൾക്കും. അങ്ങനെ ആദ്യം പറഞ്ഞ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ആരും ഈ മിഡിൽ പറയുന്ന, കാരണം ഇവരെവിടെയോ അങ്ങ് ശക്തരാകും സ്വയമേ. പക്ഷേ
അങ്ങനെ തോറ്റുപോയവരുണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം, ദൈവശബ്ദം കേൾക്കുന്നവരായിരിക്കാം, ഓക്കെ. പക്ഷേ ഈ മധ്യഭാഗങ്ങളിൽ കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ശുശ്രൂഷയുടെ ഏറ്റവും പീക്ക് ലെവലുകളിൽ നിങ്ങളുടെ കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടോ? യേശുവിൻ്റെ ലൈഫിനകത്ത് 33.5 വർഷം യേശുവിൻ്റെ ശുശ്രൂഷയുടെ യാത്രകളിൽ ശക്തമായ ഇടപെടലുണ്ടാകുന്നു. പക്ഷേ ഏറ്റവും പീക്ക് ലെവലിലാണ് കർത്താവിൻ്റെ അടുത്ത് പറയുന്നത് എല്ലാം നിർത്തിയിട്ട് ക്രൂശിലേക്ക് പോകാൻ ഉള്ള ഒരു സമയം അടുത്തു എന്നുള്ളൊരു ചിന്ത, ഒരു നിർബന്ധം. ഇത് നിങ്ങൾ ആ സമയം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത് തുടക്കത്തിലെ യേശുവിനെ അറിയാമെങ്കിലും, തുടക്കത്തിലെ യേശു കർത്താവിനെ അറിയാമെങ്കിലും, ഞാൻ യേശുവിൻ്റെ സ്ഥലത്തായിരുന്നെങ്കിൽ ഞാൻ തുടക്കത്തിൽ ക്രൂശിക്കപ്പെടാൻ ആഗ്രഹിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. തുടക്കത്തിൽ ഞാൻ ക്രൂശിക്കപ്പെടാൻ തയ്യാറാകും. പക്ഷേ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കൂടുമ്പോൾ, അത്ഭുതങ്ങൾ, മരിച്ച ലാസർ എഴുന്നേൽക്കുമ്പോൾ, പച്ചവെള്ളം വീഞ്ഞാകുമ്പോൾ, 10,000 3 ദിവസങ്ങളിൽ എൻ്റെ പ്രസംഗം കേൾക്കാൻ കടൽത്തീരങ്ങളിൽ വരുമ്പോൾ ഞാൻ ഒരിക്കലും ക്രൂശിക്കപ്പെടാൻ ആഗ്രഹിക്കത്തില്ല. കാരണം ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യാനേ ആഗ്രഹിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ശുശ്രൂഷയുടെ ആദ്യ പകുതികളിൽ നമ്മൾ ക്രൂശിക്കപ്പെടുവാൻ, ത്യാഗമാകാനും ബലിയാകാനും, എന്താ പറയുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കാനൊക്കെ നമ്മൾ ആശ്രയിക്കും. പക്ഷേ നമ്മുടെ അനുഗ്രഹം, ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മളെ ഒത്തിരി ഉയർത്തുമ്പോൾ, ദൈവം നമ്മളെ ഒത്തിരി മാനിക്കുമ്പോൾ, ദൈവം നമ്മളെ ശക്തമാക്കുമ്പോൾ, 10,000 നിന്റെ കൂടെ നിൽക്കുമ്പോൾ, ആ സമയങ്ങളിൽ ഇതെല്ലാം കളയാൻ കർത്താവ് പറഞ്ഞാൽ, അവിടെ യാഗമാകാൻ പറയുമ്പോൾ, മധ്യഭാഗങ്ങളിൽ കർത്താവ് പറയുന്ന ദൈവശബ്ദങ്ങളെ എത്ര പേർ ചെവി കൊടുക്കും? ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നിങ്ങൾ കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം. മധ്യഭാഗങ്ങളിൽ ക്രൂശ് എടുക്കാൻ പറഞ്ഞ നിങ്ങൾ എടുക്കോ? മധ്യഭാഗങ്ങളിൽ കളയാൻ പറഞ്ഞ പോവോ? മധ്യഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വീണ്ടും എന്തെങ്കിലുമൊക്കെ കളഞ്ഞു നിൽക്കാൻ പറഞ്ഞ നിൽക്കുവോ? തുടക്കത്തിൽ നിൽക്കും. കാരണം തുടക്കത്തിൽ നിനക്കൊന്നുമില്ലല്ലോ. ഇല്ലാത്തത് കൊണ്ട് കളയാൻ ഭയങ്കര ഉത്സാഹം. ഇതെല്ലാം ഉള്ളപ്പോ നിനക്ക് കളയാൻ പറ്റുമോ? ആരൊക്കെയോ വല്ലാതെ എന്നെ ഇങ്ങനെ നോക്കുന്നത് പോലെ എൻ്റെ ഉള്ളം ഫീൽ ചെയ്യുന്നു. ഈ ഇത്രയും ദൈവം അനുഗ്രഹിച്ചപ്പോ ദൈവികമായ ഇടപെടലുകളെല്ലാം ശക്തമാകുന്നത് തുടക്കങ്ങളിലല്ല, മധ്യഭാഗങ്ങളിലാണ്, അല്ലെങ്കിൽ അവസാനങ്ങളില്ല. ഈ എത്രത്തോളം നീ ദൈവത്തെ ആശ്രയിക്കുന്നോ അത്രയും കട്ടിയേറിയ ദൈവശബ്ദങ്ങൾ വെളിപ്പെട്ടു വരും. ആരോ പറയുന്നു ഈ ഭയങ്കര പരീക്ഷണമാണ്. പരീക്ഷണമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അബ്രഹാമിന്റെ ലൈഫ് നോക്കിയേ, എത്രത്തോളം അബ്രഹാം സ്ട്രോങ് ആകുന്നു അപ്പോഴെല്ലാം പരീക്ഷണം വരും. യോബിനെ നോക്കിക്കേ, യോബ് രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാണ്. അത് തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി. ഇന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം, ദൈവബന്ധം ഒക്കെ ശക്തമായി നിൽക്കുന്ന ഈ മനുഷ്യനാ പ്രതിസന്ധി. അവിടെയാ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്നോ എന്ന് തെളിയിക്കുന്നത്. യോബിന് പോലും ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും യോബ് നിൽക്കുമെന്ന്. പക്ഷേ ദൈവം പറയാം അവൻ നിൽക്കും. പറ്റുമെങ്കിൽ പിശാച് നീ അവൻ്റെ വേലി ഒന്ന് പൊളിച്ചു നോക്കുക, അവൻ നിൽക്കും. കാരണം ഇവന് ദൈവത്തെ പോലും അവൻ ഞെട്ടിച്ചു കളഞ്ഞു, ദൈവത്തെ പോലും അവൻ തെളിയിച്ചു കളഞ്ഞു, ദൈവത്തെ പോലും അവൻ പ്രൂവ് ചെയ്ത് കളഞ്ഞു. നോക്കിയേ, അബ്രഹാമിനെ നോക്കിയേ, അബ്രഹാം എവിടെ യാഗമാക്കാൻ പറഞ്ഞ്? തൻ്റെ തലമുറയെ കിട്ടിയ ആ അനുഗ്രഹത്തിൻ്റെ പീക്ക് ലെവലിൽ നീ അതിനെ കത്തിക്കണം, അതിനെ യാഗമാക്കണം. കിട്ടുന്നതിന് മുമ്പിട്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ അതിനെ യാഗമാക്കാൻ. കർത്താവ് കിട്ടിക്കഴിയുമ്പോൾ, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ കളഞ്ഞിട്ടിറങ്ങാൻ പറഞ്ഞിറങ്ങുമോ? എത്ര പേര് ആമയും പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ചിലപ്പോൾ ആൾ ഇറങ്ങിപ്പോകാനുള്ള ദൂതായിരിക്കും ഞാൻ ഇപ്പം പറയുന്നത്. ഇറങ്ങിപ്പോ, കുറച്ച് പേര് ഇറങ്ങിപ്പോ. ഏറ്റവും നിന്നെ കർത്താവ് ഉയർത്തുമ്പോൾ, തുടക്കത്തിൽ ഞാൻ ഈ കുമ്മനാട് പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കർത്താവ് എനിക്ക് ബീഹാറിൽ പോകണമെന്ന്. അന്ന് ഒത്തിരി പേര് കൂടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കേരളത്തിൽ നിൽക്കണമെന്ന്. അന്ന് ഇവിടെ നിൽക്കണം എന്നുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി, അവിടെ നിൽക്കണമുള്ള ആൾക്കാരെല്ലാം ഇവിടെ പോയി. ഓക്കെ,
പക്ഷെ ഇന്നും എൻ്റെ അകത്ത് കർത്താവ് സംസാരിക്കുകയാണെങ്കിൽ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനെ ഈ കർത്താവ് ഏറ്റവും നിലവാരത്തിൽ, ഏറ്റവും പീക്ക് ലെവലിൽ ചിലപ്പോൾ നിന്നെ കൊണ്ടങ്ങ് ഉയർത്തും. എന്നിട്ട് അവിടെ നിന്നിട്ട് കർത്താവ് നിന്നെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നീ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാകുന്നുണ്ട്? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. മധ്യഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശുശ്രൂഷയുടെ തുടക്കത്തേക്കാൾ, ആത്മീയ ജീവിതത്തിന്റെ തുടക്കത്തേക്കാൾ ആമേൻ മധ്യഭാഗങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ പറയുന്നത് ആമേൻ, സങ്കീർത്തനക്കാരൻ പറയുന്ന വഴിയിൽ വെച്ച് നിങ്ങൾ തകർന്നു പോകാതിരിപ്പൻ. വീട്ടിൽ വെച്ചല്ല, തുടക്കത്തിൽ വെച്ചല്ല, വഴിയിൽ വെച്ച്. ഈ പിശാചിന്റെ ടാസ്ക് എന്ന് പറയുന്നത് നിന്നെ വഴിയിൽ തകർക്കുക എന്നാണ്. രമേശ് ഷേക്കേറ്റേരിയ ഈ പ്രൊഫറ്റിക്കലിൽ നിന്ന് ഞാൻ ഈ ദൂതിനെന്ന് പറയാം. നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ പിടിക്കണം. ഈ വീട് അല്ലെങ്കിൽ ഈ വഴിയാത്രകൾ, വീടെന്ന് പറയുമ്പോൾ ഇതൊരു സ്പിരിച്വൽ കവറിംഗ് ആണ്. ഈ കവറിങ്ങിൽ കയറി പിശാചിനെ നിന്നെ തൊടാൻ പറ്റത്തില്ല. പൈശാചിക മേഖലക്ക് നിന്നെ തൊടാൻ പറ്റില്ല. എന്ന് നീ കവറിങ് വിട്ട് ഏതോ യാത്രകൾക്ക് വേണ്ടി, ഈ വഴിയാത്രകൾ എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് മറുകരയിലുണ്ട്, ഇല്ലേ? എന്തോ ഒന്ന് മറുകരയിലുണ്ട്. ഈ മറുകരയിലേക്ക് നീ പോകുന്ന ഈ ഗ്യാപ്പ് പീരീഡിനെയാണ് പിശാച് നോട്ടം ചെയ്യുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അമേൻ. വഴിയാത്രകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, വഴിയാത്രകളിൽ നിന്നെ തകർക്കുന്നത്, നീ ഒരു വാക്തത്വത്തിലേക്ക് കുതിക്കുന്നത് പിശാചിനറിയാം. നീ ഒരു ദർശനത്തിലേക്ക് കുതിക്കുന്നത് പിശാചിനറിയാം. അവിടെ വെച്ചാ നിന്നെ തകർക്കേണ്ടത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു പ്രവാചക നിയോഗത്തിൽ ചിലരോട് പറയുന്നു, നിങ്ങളുടെ വഴിയാത്രകളിൽ നിങ്ങളെ നോട്ടമിടുന്ന വ്യാപാരങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയാത്തൊരു അറ്റ്മോസ്ഫിയർ നിന്റെ വഴിയാത്രകളിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ആമേൻ പറയാമെങ്കിൽ ആമേൻ പറയുക. മോനെ, ആ പാട്ടൊന്ന് പാടിത്തരണം. പുത്രനെ ചുംബിപ്പി. വഴിയാത്രകളിൽ നിങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഇനി ഓക്കെ, ആ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇനി നിങ്ങൾ കേട്ടോണം. ഈ വഴിയാത്രകൾ ഒത്തിരി കെയർഫുള്ളായിരിക്കണം, ഒത്തിരി ശ്രദ്ധിക്കണം, ഒത്തിരി കൂടെ അത് ചിന്തിക്കണം. ഈ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളെപ്പോലും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ചിലപ്പോൾ ഒരാളെ കാണുന്നത്, ഒരാൾക്ക് കൈ കൊടുക്കുന്നത്, ഒരാൾക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നത്, ഒരാളെ നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്, ഒരാളെ നിന്റെ കൂടെ ചേർത്ത് നിർത്തുന്നത്. ഈ വഴിയാത്രകളിൽ മോനെ എങ്ങനെയാ നിന്നെ ലോക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിനടുത്ത് പറയും, ഇന്ന് രാത്രി നമ്മൾ അതിനെ പൊളിക്കും. ഏതോ വഴിയാത്രകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലതിനെ കർത്താവ് ഇന്ന് രാത്രി പൊക്കാൻ പോകുക. ഏതോ വഴിയാത്രകളിൽ ബ്ലോക്കായി കിടക്കുന്ന, ദർശനത്തിൽ എത്തുന്നതിന് മുമ്പ് നിന്നെ വഴിയാത്രകളിൽ ക്ഷീണിപ്പിക്കുന്ന വ്യാപാരങ്ങളോട് കർത്താവ് ഇന്ന് രാത്രി പ്രവചിച്ചു പറയുക, ഒരു ബലം നിന്റെ വഴിയാത്രകളിൽ പകരുക. വിശ്വസിക്കുന്നവർ കരം ഒന്ന് ഉയർത്തി അന്യഭാഷകളിൽ ആമേൻ പറഞ്ഞാട്ടെ. ആർത്തന പ്രവേറ്റേരിയ അമാർത്ത ശതലബരബലതേരിയ. വഴിയാത്രകളെ തകർക്കുന്ന അമേൻ ഒരു വ്യാപാരം. അടുത്തൊരു 5-6 മിനിറ്റ് ചിലപ്പോൾ ഞാൻ ശാന്തമായി പറയുമ്പോൾ നിങ്ങൾ കേൾക്കാതിരിക്കരുത്. അമേൻ. വളരെ ഇതിനകത്തൊരു ദൂത് ആത്മമണ്ഡലത്തിലുണ്ട്. അതിനെ ആത്മാവിൽ പറഞ്ഞ് ആത്മാവിൽ എനിക്കുന്നതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അമാർത്ത ഇതിൻ്റെ വിടുതലുകൾ നിങ്ങളുടെ വീട് കാണാൻ പോകുക. നിങ്ങളുടെ സ്പിരിച്വലിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോണേ. ഈ വഴിയാത്രകൾ എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട്, വഴിയാത്രകൾ എന്ന് പറഞ്ഞ്, വഴിയാത്രകൾ. വഴി വെച്ച് തകർന്നു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ആമേൻ. ഈ അവനെ തന്നെ ശരണം പ്രാപിപ്പീൻ, അവനെ തന്നെ ആശ്രയിക്കുവിൻ. വഴിയാത്രകൾ, ഈ വഴിയാത്രകളുടെ അകത്ത് ഈ
ഈ പൈശാചിക ലോബി എന്നൊക്കെ പറയാം, പൈശാചിക മേഖല എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത നിയോഗമുള്ളവനെ വഴിയിൽ വെച്ച് അവൻ്റെ ദർശനത്തെ ഡൈവേർട്ട് ചെയ്യുക. ആരോ ഇതിനകത്ത് പറഞ്ഞു ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ അകത്ത് ഉദിച്ചു വന്ന ദർശനത്തിന് വിരോധമായി മറ്റൊരു ദർശനത്തെ എൻ്റെ മേൽ പകർന്ന് എൻ്റെ വഴിയാത്രകൾ എന്നെ തകർത്തു കളയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം. അങ്ങനെയുള്ള മേഖലകളെ ആത്മാവ് ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യുക. ഏതോ നല്ല ദർശനത്തോട്, അതാ ബൈബിൾ പറയുന്നത്, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട്. ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അന്നേരം ഈ ആത്മാവിലെ ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ജീവിതയാത്രയിൽ ഈ എൻജിനകത്തേക്ക് മറ്റൊരു കെമിക്കൽ അല്ലെങ്കിൽ മറ്റൊരു പെട്രോൾ ഒഴിക്കേണ്ടടുത്ത് ഡീസൽ ഒഴിക്കുന്നത് പോലെ ഈ മറ്റൊരു മേഖലയെ പിടിച്ചു വച്ച നൂറുകണക്കിന് ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശ്വാസികളുണ്ട്. ഏതോ ദർശനത്തിന് വേണ്ടി കുതിച്ചപ്പോൾ മറ്റും പല മേഖലകളിൽ അവരെ കൊണ്ട് ഒതുക്കി കുടുക്കി അവന്റെ ദർശനത്തിലേക്ക് കുതിക്കാതെ വെച്ചിരിക്കുന്ന ഒരു വഴിയാത്രയുടെ തടയുന്ന ഒരു വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. എന്റെ കൂടെ ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞോ. ഇന്ന് രാത്രി വഴിയാത്രകളിൽ നിന്റെ ദർശനത്തിന് വിരോധമായ ഫ്യൂവൽ നിന്റെ അകത്തേക്ക് ഒഴിച്ച് അതിനെ ആത്മാവിലൊന്ന് ബ്രേക്ക് ചെയ്തോണം. വഴിയാത്രകളിൽ നിന്റെ ദർശനത്തിന് വിരോധമായ ഫ്യൂവൽ നിന്നിൽ ഒഴിച്ച് ആ സ്പിരിറ്റിനെ വിഷ്ണു എന്ന ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷത്തെ ചുറ്റും മലിനപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാതെ ഞങ്ങളെ തടുത്തു വയ്ക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരത്തെ, എല്ലാ ദുഷ്ട യേശുവിന്റെ നാമത്തിൽ, എല്ലാ ദൈവഹിതമല്ലാത്ത സ്വപ്നങ്ങളെ, യേശുവിന്റെ നാമത്തിൽ, ഹിതമല്ലാത്ത ചിന്തകളെ, യേശുവിന്റെ നാമത്തിൽ, പദ്ധതിക്കകത്തില്ലാത്ത എല്ലാ റെവലേഷൻസിനെയും, പദ്ധതിക്കകത്തില്ലാത്ത എല്ലാ ദർശനങ്ങളെയും ആഗ്രഹങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് ഞങ്ങൾ ഒന്നിച്ച് അതിന് വെട്ടുകയാ. ഇന്ന് രാത്രി ഞാൻ തെറ്റായ പോസ്റ്റിങ്ങുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ പൊസിഷനുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ റെവലേഷനുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ ഡ്രീമുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ സീറ്റുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ പൊസിഷനുകളെ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ കണക്ഷനുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചു. അതിനകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഭിഷേകം വ്യാപരിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇത് ഇന്ന് രാത്രി കർത്താവേ, അന്തരീക്ഷത്തിൽ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, ഒരു മോളിൽ നിന്ന് ഒരു മീൻ കുഞ്ഞിനെ ഒരു ശുദ്ധമായ അന്തരീക്ഷത്തിലേക്ക് അതിന്റെ വെള്ളത്തെ ശുദ്ധീകരിച്ച ഹല്ലേലൂയ, ആ അഴുക്ക് വെള്ളത്തിൽ അതിനെ ഒരു പുതിയ പാത്രത്തിനകത്തേക്ക് ശുദ്ധമായ വെള്ളത്തിനകത്തേക്ക് എടുത്ത് മാറ്റുന്നത് പോലെ അവരുടെ ഹൃദയത്തിനകത്ത് ആ അഴുക്ക് ചാലുകളിൽ നിന്ന് അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്ന അവരുടെ ആത്മാവിനെ കെടുത്തുന്ന എല്ലാ അന്തരീക്ഷത്തിൽ നിന്നും ദൈവം പദ്ധതി നിറഞ്ഞ ആ ദൈവരാജ്യത്തിന്റെ പദ്ധതികൾക്കകത്തേക്ക് കർത്താവേ, ഇന്ന് രാത്രി അവരെ പ്ലാന്റ് ചെയ്യുന്നതിനായി നന്ദി പറയുക. പ്രാർത്ഥിക്കുകയാ. ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം അഭിഷേകത്തിലൂടെ സംസാരിച്ചതുപോലെ ആ ഒറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ മറ്റെല്ലാ ചിന്തകളും മാറിയിട്ട് ആ ഒരു ദർശനത്തിന് പിന്നാലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേലിട്ടിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് മാത്രം നോക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളുടെ ദർശനങ്ങൾ ഷാർപ്പാകട്ടെ. സംഭവിക്കുന്നതിനായി ഞങ്ങൾ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ഞങ്ങൾ തെറ്റിപ്പോകല്ലേ. വിഷ്ണു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, തെറ്റായ റെവലേഷനുകൾ.
അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. തെറ്റായ കണക്ഷനുകൾ, തെറ്റായ പൊസിഷനുകൾ. നീ നിയോഗമില്ലാതെ ലാബാന്റെ വീട്ടിലേക്ക് പോകരുത്. നിയോഗമില്ലാത്ത പൊത്തിഫറിന്റെ വീട്ടിലേക്ക് നീ പോകരുത്. അശാന്തേരിയ പ്രഭാന നിയോഗമില്ലാത്ത നിന്റെ വാക്തത്വങ്ങളിൽ അങ്ങനെ ഉണ്ടോ? അത് കുഴപ്പമില്ല. നിയോഗമില്ലാത്ത പൊട്ടക്കിണറ്റിനകത്ത് നീ വീഴരുത്. ആർത്തന പ്രഭാനം തേരിയ നിയോഗമില്ലാത്ത മിശ്രയും നിന്നെ ഭരിക്കരുത്. ഇതൊരു ദൂത, ഇതൊരു പ്രവചന ശബ്ദമാണ്. ഞങ്ങൾ ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഏതൊക്കെയോ അലച്ചിലുകളെ ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഏതൊക്കെയോ അലച്ചിലുകളെ ഞാൻ മോനെ ഒരു വാക്ക് കാണുകയാണ്. ദൈവം ചിലരെ റെഡീം ചെയ്യുകയാണ്, വീണ്ടെടുക്കാൻ പോകുകയാണ്. ദൈവം ചിലരെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവം ചിലരെ മടക്കിയെടുക്കാൻ പോകുകയാണ്. അവൻ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ഇത് നിന്റെ സമയമാണിത്, ഇത് നിന്റെ സമയമാണിത്. ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. തെറ്റായ പൊസിഷനിൽ നിങ്ങളാകരുത്. എന്തോ വലിയ ദൈവസാന്നിധ്യം ചിലര് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. കർത്താവ് ചിലരെ തൊടുന്നു എന്ന് ആത്മാവിൽ അറിയാൻ പറ്റുന്നുണ്ട്. റമാതേരിയ പ്രഭാന തെറ്റായ പൊസിഷനുകളെ ബ്രേക്ക് ചെയ്യും. നാളെ പ്രഭാതത്തിൽ നീ നിൽക്കേണ്ടിടത്തെ നിൽക്കാവുള്ളൂ, നീ പോകേണ്ടിടത്തെ പോകാവുള്ളൂ, നീ കണക്റ്റഡ് ആകേണ്ടിടത്തെ കണക്റ്റഡ് ആകാവുള്ളൂ. ഓ റമാസന്റേരി വഴിയാത്രകളിൽ തകർന്നു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഇതൊരു പിശാചിന്റെ പദ്ധതിയ വഴിയിൽ വെച്ച് തകർക്കുക. ഈ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരുത്തൻ പോവുക. ഇവന്റെ വഴിയാത്രയിൽ അവനെ നഗ്നനാക്കിയത്, അവന്റെ വഴിയാത്രയിൽ അവനെ മുറിച്ചു കളഞ്ഞ്, വഴിയാത്രയിൽ അവന്റെ പണത്തെ കവർന്ന്, വഴിയാത്രയിൽ അവനെ നഗ്നനാക്കി കളഞ്ഞു. ഇതൊരു സ്പിരിറ്റാണ് പിശാചിന്റെ. എന്റെ കൂടെ ഇതിന് പ്രാർത്ഥിക്കാം. ഇതൊരു ഗൗരവത്തോടെ നിങ്ങൾ എടുക്കണം. പ്രഭാരം. നല്ല ശബരിന്റെ കഥ അറിയാമോ? അവനെവിടാ തൊട്ടെ? യെരുശലേമിലല്ല. യെരുശലേം ആരാധനയുടെ സ്ഥലം. അവിടെ വെച്ച് അവന് പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. യെരുശലേം ആമേൻ അറ്റ്മോസ്ഫിയറാ, അഭിഷേകത്തിന്റെ അറ്റ്മോസ്ഫിയറാ. യെരുശലേം ദൈവിക ഇടപെടലേ. ഇവിടെ വിട്ട് നീ എന്ന് യാത്ര ചെയ്യുന്നോ അവിടെ നിന്നെ തകർക്കും, അവിടെ നിന്നെ ഉടയ്ക്കും. പ്രിയരെ, നിങ്ങളെ നഗ്നനാക്കാൻ കർത്താവേ ഞങ്ങളോട് കൃപ കൂടിയിരിക്കണേ. കൃപയിൽ ആശ്രയിച്ച ഈ ദൂത് പറയാൻ പറ്റത്തു. ഉങ്ക കൃപൈ പോതുമേ, ഉങ്ക കൃപൈ പോതുമേ, ഉങ്കയില്ലാமல் நானொன்றும் இல்லை. ஓ கிருபை வேண்டுமே, பாரபாலாராபால போதுமே, ஷடரபாலாபால கிருபை இல்ல நானொன்றும் இல்லை. ഇത് വഴിയാത്രകളിൽ നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നീ എത്താതെ നിന്നെ തകർക്കുന്ന വ്യാപാരത്തോട് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. വഴിയാത്രകളിൽ നിനക്ക് പ്രത്യേക കവറിങ്ങും, വഴിയാത്രകളിൽ നിനക്ക് പ്രത്യേക ബലവും,
പ്രത്യേക ജ്ഞാനത്തിന്റെ അഭിഷേകവും പ്രത്യേക വിവേകത്തിന്റെ അഭിഷേകവും എന്റെ ജനം ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ കരം ഉയർത്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഏതോ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ജ്ഞാനം പകരുക. നിന്റെ പഠനത്തിൽ, നിന്റെ യാത്രയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രത്യേക വിസ്ഡത്തെ കർത്താവ് പകരുക. ജ്ഞാനത്തെ വഴിയാത്രകളിൽ കർത്താവ് പകരുക.